സത്യം പറഞ്ഞാൽ ഈ മഞ്ഞളിന്റെ മഞ്ഞ ഒരു പ്രശ്നം തന്നെയാണ്. സാർ എന്ത് വർത്താനാ പറയുന്നത്? മഞ്ഞളിന്റെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറല്ലേ? അപ്പൊ എങ്ങനെയാ മഞ്ഞളിന്റെ മഞ്ഞ ഒരു പ്രശ്നമാണെന്ന് പറയാൻ കാരണം? എടാ, അതിലൊരു കാരണമുണ്ട്. ആ കാരണം അറിയണമെങ്കിലേ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഇനി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസിഡുകളും ബേസുകളും. ആസിഡ്സ് ആൻഡ് ബേസ് എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്, പ്രകൃതിദത്ത സൂചകങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നമ്മൾ പഠിക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് മഞ്ഞൾ അഥവാ ടേമറിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ആസിഡുകളെയും ബേസുകളെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള നാച്ചുറലി ഉള്ളൊരു ആളാണ് ആര്? ഈ മഞ്ഞൾ എന്ന് പറഞ്ഞ സാധനം, ടേമറിക്. അപ്പൊ മഞ്ഞളിന്റെ മഞ്ഞ ഒരു എവിടെയാണ് അതൊരു പ്രശ്നമായി മാറുന്നത് എന്ന് അറിയാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നേരെ പോകാം. നമുക്ക് തന്നിരിക്കുന്ന ഒരു പാത്രത്തിനകത്തേക്ക് എന്തോ ഒരു സാധനം ഉണ്ട്. അത് ആസിഡാണോ ബേസ് ആണോ എന്ന് നമുക്കറിയില്ല. അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം അങ്ങോട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മഞ്ഞ കളർ മാറുന്നില്ല, അങ്ങനെ തന്നെ കിടക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ പ്രശ്നമാണ്. എന്ത്? ഈ ഒരു വെള്ളത്തിന്റെ അകത്തേക്ക് നമ്മളിങ്ങനെ മഞ്ഞൾ അങ്ങോട്ട് ഇട്ട് ആ മഞ്ഞ കളർ മാറുന്നില്ല. മഞ്ഞ കളർ മാറുന്നില്ലെങ്കിൽ മക്കളെ, അതിന്റെ അർത്ഥം ഇതിന്റെ അകത്തുള്ളത് ദ ഡേഞ്ചറസ്, അല്ലെങ്കിൽ അതിന്റെ അകത്തുള്ളത് ആരാണ് മക്കളെ? നമ്മുടെ ആസിഡാണ്. അതാണടാ സാറ് പറഞ്ഞത്. മഞ്ഞളിന്റെ യെല്ലോ, ടെർമറിക്കിന്റെ യെല്ലോ ഒരു പ്രശ്നമാണ് എന്ന് പറയുന്നതാണ്. അപ്പൊ എന്താ പ്രശ്നം? ഇതിന്റെ അകത്ത് ആസിഡാണ് എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ഇനി അത് പതുക്കെ മാറി ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു റെഡ് കളറിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പിച്ചോ, അതിൻ്റെ അകത്തുള്ളത് എന്താണ്? ബേസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിലായല്ലോ മക്കളെ? അപ്പൊ പ്രകൃതിദത്ത സൂചകങ്ങളിലെ മഞ്ഞൾ എന്ന് പറഞ്ഞ ടേമറിക് അതിന്റെ യെല്ലോ കളർ കാണിക്കുകയാണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും എന്ന് മക്കൾ മനസ്സിലാക്കുക. ഇനി അതിൻ്റെ അകത്ത് പിങ്ക് അഥവാ പിങ്ക് അല്ലെങ്കിൽ റെഡ്, ഒരു പിങ്കിഷ് അല്ലെങ്കിൽ ഒരു റെഡ് കളർ ഫീൽ ചെയ്യുന്ന ഒരു കളർ വരികയാണെങ്കിൽ അത് എന്താണ്? ബേസുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കുക. ആണോ, രസകരമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അല്ലേ? അപ്പൊ മഞ്ഞള്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സിന്റെ ഒരുപാട് പേരുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാ? ലിറ്റ്മസ് പേപ്പർ പഠിക്കുന്നുണ്ട്, മീഥൈൽ ഓറഞ്ച് പഠിക്കുന്നുണ്ട്, ഫിനോഫ്തലീൻ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലുണ്ടാവണം കേട്ടോ. ഇതൊക്കെ അടിപൊളി കോഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മളെ സൂപ്പർ ബാച്ച് പഠിച്ചിട്ടുണ്ട്. എടാ മക്കളെ, ക്ലാസ് 7 ഒരു സൂപ്പർ ബാച്ച് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അടിപൊളിയായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ക്ലാസ് 7 സൂപ്പർ ബാച്ച്. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇനി മീഥൈൽ ഓറഞ്ചിന്റെ ഫിനോഫ്തലിന്റെ കളർ ചേഞ്ചുകളൊക്കെ അടിപൊളിയായിട്ട് ഒരു പാട്ടൊക്കെ പാടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്ത കുട്ടിയൊക്കെ അറിയാം അല്ലെ? അപ്പൊ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളോടാണ് സംസാരിക്കുന്നത്. അപ്പൊ രസകരമായിട്ട് നമുക്ക് ക്ലാസ് 7 ഒക്കെ പഠിക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സൂപ്പർ ബാച്ചിലേക്ക് കൂടി ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, കേരളത്തിലെ മികച്ച ഫാക്കൽറ്റീസ് അടിപൊളിയായിട്ട് രസകരമായിട്ട് നിങ്ങളുടെ മനസ്സറിഞ്ഞ് പഠിപ്പിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. അവരുടെ റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകളുണ്ട്. കഴിഞ്ഞില്ല, PYQ, മെന്റർ സപ്പോർട്ട്, ഇതൊക്കെ നിങ്ങൾക്കുണ്ട്. അപ്പൊ ഇതൊക്കെ ലഭിക്കുന്നത് ചെറിയൊരു പൈസക്കാണ്. ഇതൊരു കൊല്ലത്തേക്കുള്ള പൈസയാണ്. ഒരു കൊല്ലത്തേക്ക് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അതുകൊണ്ട് വേഗം തന്നെ ജോയിൻ ചെയ്യാം. സാറേ എങ്ങനെയാ ജോയിൻ ചെയ്യാം? അടിയിൽ ഇതാ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ചെറിയൊരു ഇൻഫർമേഷൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് വേഗം എന്ത് ചെയ്യുക? ക്ലാസ് 7 അങ്ങോട്ട് പഠിച്ചു തുടങ്ങുക. നിങ്ങൾ അറിയില്ല എന്നുള്ളതാണ്, നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ പോലും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതൊക്കെ നിങ്ങൾ അനുഭവിച്ചറിയണം. സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ അവരൊന്ന് പറഞ്ഞുതരും. ഓക്കെ, ഇനി പല കുട്ടികളും ചോദിക്കാറുണ്ട്, സാറേ ക്ലാസ് 7 ഒരുപാട് നോട്ട്സുകൾ എവിടെ കിട്ടും? നിങ്ങൾ എടുക്കുന്ന സ്ലൈഡുകൾ എവിടെ കിട്ടും? ക്ലാസ് 7 പുതിയ അപ്ഡേറ്റ്സുകൾ, അതായത് ചിലപ്പോൾ USS പരീക്ഷ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എവിടുന്ന് കിട്ടും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കമ്മ്യൂണിറ്റി ചാനൽ തുറന്നിട്ടുണ്ട്. അല്ല സാറേ, കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനൊക്കെ പൈസ വേണ്ടേ? എടാ, അത് തികച്ചും ഫ്രീ ആടാ. നിങ്ങൾ ജോയിൻ ചെയ്തോ, അതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് 7 ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ, നോട്ട്സുകൾ, സ്ലൈഡുകൾ ഇതൊക്കെ നമുക്ക് അതിലങ്ങോട്ട് തരും. അപ്പൊ നിങ്ങൾക്ക് എന്തായി? എല്ലാം കൊണ്ടും ക്ലാസ് 7 കളർഫുൾ ആക്കാനുള്ള മുഴുവൻ സംവിധാനങ്ങളും എജുബോർഡ് അങ്ങോട്ട് തരുന്നുണ്ട്. അപ്പൊ 2 ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ലിങ്ക് നമ്മളെ സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനാണ്. അടിപൊളി ക്ലാസ്സുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഇനി രണ്ടാമത്തെ ലിങ്ക് എന്ന് പറയുന്നത് നമ്മളെ കമ്മ്യൂണിറ്റി ചാനൽ ജോയിൻ ചെയ്യാനുള്ളതാണ്. അപ്പൊ വേഗം തന്നെ ചെയ്യുക. അടിപൊളിയായിട്ട് എജുബോർഡിനൊപ്പം ഈ ഓണം പൊളിക്കുക. ഗുഡ് ബൈ.